എന്താ രാമേന്ദ്ര പ്രശ്നം? അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി രേണു ചേച്ചി തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. നിങ്ങളോട് പറയാനാണെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇന്റർവ്യൂവറെയും രേണുവിനെയും ചെരുപ്പെടുത്തെറിയാനാണ് തോന്നിപ്പോയത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എജാതി തോന്നിവാസങ്ങളാണ് ഇന്റർവ്യൂവർ ആ ഇന്റർവ്യൂവിൽ അന്ന് ചോദിക്കുന്നത്. പരിഹസിക്കുകയാണോ? ചേച്ചി ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത പോലെ അല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല. ഒരു സ്ത്രീ ഉണ്ട്, അവരെപ്പോഴും ചേച്ചിയുടെ കണ്ടന്റ് എടുത്തിട്ടാണ് അവര് ഒരു ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ചേച്ചിയുടെ അടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഉടുത്ത മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. எப்படி തന്നെ ഷുണ്ണാല மட்டும் இப்படியெல்லாம் யோசிக்க முடியுது? ഇതാണ് ഇന്റർവ്യൂക്ക് കാര്യമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്റർവ്യൂറുടെ പൂതി കൊള്ളാം. അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കാണ് പോലും. എന്ത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? കിച്ചു രേണുവിനെ ഉപദ്രവിച്ചോ? കിച്ചുവിൽ നിന്നും രേണു ഗർഭിണിയായോന്നൊക്കെ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അല്ലെങ്കിൽ എന്തൊരു വൃത്തികേടാണ് ചോദിക്കുന്നത്. മനുഷ്യന്മാരെ ലേശം മാനം, മര്യാദ, ഉളുപ്പ് അതില്ല ഈ ഇന്റർവ്യൂവർക്ക്. കഷ്ടം. കിച്ചുവിൽ നിന്നും രേണു ഗർഭിണിയായോന്നൊക്കെ. മോശമായി പോയി, വളരെ മോശമായി. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയണമെന്നില്ല. ആ ചോദ്യം ചോദിച്ച ഇന്റർവ്യൂവർ ഉണ്ടല്ലോ, അതിന് ചകട് അങ്ങോട്ട് അടിച്ചു പൊളിക്കുക, അതാണ് വേണ്ടത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പക്ഷെ രേണു അതല്ലല്ലോ ചെയ്യുന്നത്. സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ആഹാ എന്താണ് ആഹ്ലാദം, എന്താണ് സന്തോഷം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടാൻ വേണ്ടി രേണു കൊതിക്കുന്ന പോലെ ഉണ്ട് രേണുവിന്റെ സംസാരം കേട്ടാൽ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇനി ഇതിന്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും ഇതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാലും എന്നെ ശപിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. അവരാണ് ആദ്യം കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടത്. ഇപ്പൊ ഇന്നലെ തന്നെ പറയാനാണെങ്കിൽ നമുക്കറിയാം രേണുവിന്റെ കീമോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് കീമോ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങളോട് പറയാനാണെങ്കിൽ ആകെ 26 മിനിറ്റ് എങ്ങാനും ഉള്ള ഒരു ഇന്റർവ്യൂ ആണിത്. ഇതിൽ ആകെ ഒരു 5 മിനിറ്റ് എങ്ങാനുമാണ് ഇവർ കീമോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബാക്കി 21 മിനിറ്റ് സംസാരിക്കണം എന്താണെന്ന് അറിയും. കിച്ചുവിന്റെ കുറ്റം പറച്ചിലാണ്. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. നിങ്ങളോട് പറയാനാണെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇന്റർവ്യൂവറെയും രേണുവിനെയും ചെരുപ്പെടുത്തെറിയാനാണ് തോന്നിപ്പോയത്. അതേതായാലും നന്നായി. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.